പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തിങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 5ാം ക്ലാസ് കൂട്ടുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ 3ാമത്തെ അധ്യായവുമായിട്ടാണ്. സമയം ഒട്ടും കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. 3ാമത്തെ അധ്യായം റിംചിം റിംചിം. എന്താണ് റിംചിം റിംചിം എന്ന് പറഞ്ഞാൽ? ചാറ്റൽ മഴ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഴ നോക്കൂ, മേഘങ്ങൾ ഇരുണ്ട് കൂടുമ്പോൾ പീക്കോക്കിന് ഭയങ്കര സന്തോഷമാണല്ലേ, മയിലിന് ഭയങ്കര സന്തോഷമാണ്. അത് പീലി നിവർത്തി നൃത്തം ചെയ്യും. അപ്പോൾ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ, പീലി വിടർത്തി നൃത്തം ചെയ്യുന്ന ഒരു മയിലിൻ്റെ പിക്ചറാണ്. ഇനി 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ഭാഗം എന്താണ്? പേട് കാ ജാദു. പേട് മീൻസ് ട്രീ, വൃക്ഷം. ജാദു മാജിക്. പേട് കാ ജാദു, മരത്തിൻ്റെ മാജിക്. നോക്കൂ, ഒരു വൃക്ഷത്തിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ആ വൃക്ഷത്തിൽ പക്ഷികളിരിക്കുന്നതും കാണാം അല്ലേ, പക്ഷികൾ പറക്കുന്നത് നമുക്ക് കാണാം. നോക്കൂ, പേട് കാ ജാദു എന്ന കഹാനി ആരാ എഴുതിയത്? വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ല എഴുതിയ പേട് കാ ജാദു എന്ന കഹാനിയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ബുവാ കെ ഘർ മേം പേട് ഥ. ബുവ മീൻസ് ആൻറ്റി, അച്ഛൻ്റെ സഹോദരിയാണ് ബുവ എന്ന് പറയുന്നത്, അമ്മായി. ബുവാക്കെ ഘർമേം, ആൻറ്റിയുടെ വീട്ടിൽ. ഘർമേം വീട്ടിൽ. പേട് ഥ, പേട് ട്രീ, മരം ഉണ്ടായിരുന്നു. പേട് പർ, മരത്തിൽ. ഗിൽഹരി ദേഖ് കർ മേംനെ കഹ. പേട് പർ, ട്രീയിൽ, മരത്തിൽ. ഗിൽഹരി മീൻസ് സ്ക്വിറൽ, അണ്ണാൻ. ഗിൽഹരിയെ കണ്ടിട്ട്, ദേഖ് കർ കണ്ടിട്ട്, മേംനെ കഹ, ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ബുവാ, ആൻറ്റി, ആപ്നെ ഗിൽഹരി കഹാൻ സെ ഖരീദി. ആപ്നെ, താങ്കൾ. ഗിൽഹരി സ്ക്വിറൽ. കഹാം സെ ഖരീദി. കഹാം സെ, വേർ, എവിടെ നിന്നും. ഖരീദി, മേടിച്ചു. എവിടെ നിന്നാ വാങ്ങിയത്? ദേ ഇവിടെ എന്തുണ്ട്? അണ്ണാൻ ഇരിപ്പുണ്ട്. ഈ അണ്ണാനെ ആൻറ്റി എവിടെ നിന്നാ വാങ്ങിയത്? മേംഫി ലൂങ്ക ഉസേ പാലൂങ്ക. ഞാനും മേടിക്കും. എന്നിട്ടോ? ഉസേ പാലൂങ്ക, ഞാനും അതിനെ വളർത്തും. കുഞ്ഞും പറയുകയാണ്. എന്താണ്? അമ്മായിയുടെ വീട്ടിലെ മരത്തിൽ എന്തിരിക്കുന്നത് കണ്ടു? ഒരു ഗിൽഹരിയെ കണ്ടു, ഒരു അണ്ണാനെ കണ്ടു, ഒരു സ്ക്വിറലിനെ കണ്ടു. ആ അണ്ണാനെ കണ്ടിട്ട് കുഞ്ഞ് ആൻറ്റിയോട് ചോദിക്കുകയാണ്, ആൻറ്റി എവിടെ നിന്നാണ് ഈ സ്ക്വിറലിനെ മേടിച്ചത്? ഞാനും മേടിക്കും. എന്നിട്ട് ഞാനും എന്തു ചെയ്യും? അതിനെ പരിപാലിക്കും. ബുവാനെ കഹ, ആൻറ്റി പറഞ്ഞു. കഹന, പറയുക. ആൻറ്റി പറഞ്ഞു, മേരെ ഘർ മേ പേട് ഹെ. എന്താ? ബുവാനെ കഹ, ബുവ ആൻറ്റി പറഞ്ഞു. മേരെ ഘർ മേം, മേരെ എൻ്റെ, മേരെ ഘർ മേം എൻ്റെ വീട്ടിൽ. പേട് ഹെ, എന്തുണ്ട്? പേട് ട്രീ, മരങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ മരങ്ങളുണ്ട്. പേട് കെ ഹോനെ സെ ഗിൽഹരി അപ്നെ ആപ് ആ ജാത്തി ഹെ. പേട് കെ ഹോനെ സെ, മരങ്ങളുള്ളതിനാൽ. ഗിൽഹരി സ്ക്വിറൽ. അപ്പനെ ആപ്പ് സ്വയം, സ്വന്തമായിട്ട് എന്ത് ചെയ്യും? ആ ജാതി ഹേ, സ്വന്തമായിട്ട് വരും. ഇവിടെ ധാരാളം മരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അണ്ണാൻ എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ വരാറുണ്ട്. അല്ലാതെ അതിനെ ഞാൻ വിലയ്ക്ക് വാങ്ങി വളർത്തുന്നതല്ല. അതാ ആൻറ്റി പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിലും ആവശ്യത്തിലധികം മരങ്ങളില്ലേ? ആ മരത്തിൽ നിറയെ പക്ഷികളും അണ്ണാനും ഒക്കെ വിരുന്ന് വരാറില്ലേ? അപ്പോൾ നമ്മുടെ കുട്ടിയുടെ വീട്ടിലെന്താ? വൃക്ഷങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവൻ സ്ക്വിറലിനെ കാണാത്തത് അല്ലേ? അപ്പോൾ എന്തായാലും ആൻറ്റി പറഞ്ഞു, പേട് കെ ഹോനെ സേ ഗിൽഹരി അപ്നെ ആപ് ആ ജാത്തി ഹേ. മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഗിൽഹരി സ്ക്വിറല് അപ്പനെ ആപ് സ്വയം എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ വരാറുണ്ട്. പേട് പർ ദേഖോ, ആ മരത്തിലേക്ക് നോക്കൂ. ചിടിയാം ബൈട്ടി ഹേ. അവിടെ ചിടിയാം, ബേർഡ്സ്, പക്ഷികളിരിക്കുന്നത് കണ്ടോ? ചിടിയോംകോ മേനെ നഹീം പാല. ചിടിയോംകോ, ബേർഡ്സിനെയും പക്ഷികളെയും. മേംനെ നഹീം പാല, ഞാൻ എന്ത് ചെയ്തതല്ല? പരിപാലിക്കുന്നതല്ല, ഞാൻ അതിനെ വളർത്തുന്നതല്ല. പേട് കെ ഹോനെ സെ വേ ആ ഗയി. പേട് കെ ഹോനെ സെ, വൃക്ഷങ്ങളുള്ളതിനാൽ അല്ലെങ്കിൽ മരങ്ങളുള്ളതിനാൽ. വേ ചിടിയാം, വേ ആ ഗയി, പക്ഷികൾ എന്ത് ചെയ്യുന്നു? വരുന്നു. तुम अपने घर में पेड़ उगा लो तो गिलहरी आ जाएगी. തും, നീയും
അപ്പനെ ഘർമേം നിന്റെ വീട്ടില് പേടുകാലോത്തോ വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഗിൽഹരി ആ ജായേഗി ആര് വരും? ഗിൽഹരി സ്ക്യുറൽ അവിടെ വരും. സ്ക്യുറൽ മാത്രമല്ല പിന്നെയോ ചിടിയ ആയേഗി ചിടിയ ബേർഡ് ചിടിയ ആയേഗി പക്ഷികളും വന്നെത്തും. പിന്നെയോ ബാഹർ ധൂപ് ഹോഗി തോ പേട് കെ നീച്ചെ ഛായ ആ ജായേഗി ബാഹർ ബാഹർ ഔട്ട്സൈഡ് പുറത്ത് ധൂപ് ഹോഗി തോ ധൂപ് മീൻസ് വെയിൽ സൂര്യപ്രകാശം ഉണ്ടല്ലോ അതാ ധൂപ് വെയിൽ ധൂപ് ഹോഗി തോ ഇവിടെ സൂര്യപ്രകാശം വരികയാണെങ്കിൽ ഇവിടെ വെയിൽ വരികയാണെങ്കിൽ പേട് കെ നീച്ചെ കെ നീച്ചെ എന്താ അടിയിൽ അതിൻ്റെ ചുവട്ടിൽ ഛായ ആ ജായേഗി ഛായ മീൻസ് തണൽ ഷെയ്ഡ് ഛായ ആ ജായേഗി അതായത് നല്ല വെയിലുള്ളപ്പോഴും മരത്തിൻ്റെ ചുവട്ടിൽ എന്താ നല്ല തണലുണ്ടാകും. നിങ്ങൾക്കറിയാം നന്നായിട്ട് നടന്നോ ഓടിയോ ഒക്കെ ക്ഷീണിച്ചിട്ട് നമ്മൾ വേഗം അടുത്തുള്ള ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലായിരിക്കും ചെന്നിരിക്കുക അല്ലേ? അപ്പോൾ അവിടെ ഒരു നല്ലൊരു കുളിരും നല്ലൊരു കാറ്റും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്, നല്ലൊരു തണലും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആൻറ്റി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് എന്താ ബാഹർ ധൂപ് ഹോഗീത്തോ പുറത്ത് വെയിലാണെങ്കിലും പേടുക്കെ നീച്ചെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഛായ ആ ജായേഗി വൃക്ഷച്ചുവട്ടിൽ എന്ത് വരും? നല്ല തണൽ വരും, നല്ല ഛായ നല്ല ഷെയ്ഡ് നമുക്ക് കിട്ടും. തബ് ഛായാമേ ഖേൽന അച്ഛാ ലഗേഗ തബ് തബ് അപ്പോൾ നല്ല ചൂടുള്ളപ്പോഴും ഛായാമേ ഖേൽന ആ തണലത്ത് കളിക്കുന്നത് അച്ഛാ ലഗേഗ നല്ലതാണ്. കൂട്ടുകാർക്ക് എത്ര കളിച്ചാലും മതി വരില്ല അല്ലേ? അത് നല്ല തണലത്തിരുന്നാകുമ്പോഴോ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ മരച്ചുവട്ടിലിരുന്ന് കളിക്കാൻ വളരെ രസകരമാണ്. കൂട്ടുകാർ മരച്ചുവട്ടിലിരുന്ന് കളിക്കാറില്ലേ? കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലവും നിങ്ങളുടെ സുന്ദര നിമിഷങ്ങളും ഒക്കെ. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ കൂടി നോക്കിയാലോ? ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. സഹി മിലാൻ കരീം. സഹി മിലാൻ കരീം എന്ന് വെച്ചാൽ എന്താ? ശരിയായത് യോജിപ്പിക്കുക. പിക്ചർ നോക്കിക്കേ. ആദ്യത്തെ പിക്ചർ ബട്ടർഫ്ലൈ തിത്തലി. എന്താണ്? തിത്തലി. സെക്കൻഡ് വൺ സ്ക്യുറലാണ് അണ്ണാൻ അല്ലേ? അണ്ണാനെ ഹിന്ദിയിൽ എന്താ പറയുന്നത്? ഗിൽഹരി. എന്താണ്? ഗിൽഹരി. തേർഡ് വൺ മൂന്നാമത്തെ പിക്ചർ ബേർഡിൻ്റെ പിക്ചറാണ് ചിടിയ പക്ഷി. ഫോർത്ത് വൺ നാലാമത്തെ ചിത്രേതാ? വാനരൻ്റേതാണ് അല്ലേ? കുരങ്ങൻ്റെതാണ് മങ്കി. മങ്കിക്ക് ഹിന്ദിയിൽ എന്താ പറയുന്നത്? ബന്ദർ. എന്താണ്? ബന്ദർ. പിന്നെ നമുക്ക് വരച്ചു ചേർക്കാം. ഫസ്റ്റ് എന്താ? തിത്തലി. സെക്കൻഡ് വൺ ഗിൽഹരി. തേർഡ് വൺ ചിടിയ. ഫോർത്ത് വൺ ബന്ദർ. അടുത്ത പ്രവർത്തനം എന്താ? ചിത്ര ദേഖേം. ചിത്രം നോക്കൂ. വാക്യ ബനായി. ചിത്രം നോക്കി വാക്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ ആരെയൊക്കെ കാണുന്നുണ്ട്? ബഗുള. ബഗുള കൊക്ക്. തോത്ത തത്ത. ഗിൽഹരി. ഗിൽഹരി സ്ക്യുറൽ അണ്ണാൻ. ബന്ദർ മങ്കി. ജിറാഫ്. ജിറാഫ്. ഗധ. ഗധ ഡോങ്കി കഴുത ഡോങ്കി. ഗായ്. ഗായ് പശു കൗ. ഹാത്തി എലിഫന്റ് ആന. ഇവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് വാക്യം ഉണ്ടാക്കണം, സെൻറ്റൻസ് ഉണ്ടാക്കണം. എന്താ ഉണ്ടാക്കണ്ടേ? നോക്കൂ, എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പേഡ് കെ ഊപ്പർ. പേഡ് കെ ഊപ്പർ. ഊപ്പർ മീൻസ് മുകളിൽ. പേഡ് കെ ഊപ്പർ മരത്തിന് മുകളിൽ. പേഡ് കെ നീച്ചെ. നീച്ചെ താഴെ. പേഡ് കെ നീച്ചെ മരത്തിന് ചുവട്ടിൽ. അപ്പോൾ തന്നിരിക്കുന്ന ജീവികൾ, ചിത്രത്തിലുള്ള ജീവികൾ മരത്തിന് മുകളിലാണോ താഴെയാണോ എന്ന് എഴുതുക. ഓക്കെ, ആദ്യം നമുക്ക് പേഡ് കെ ഊപ്പർ നോക്കാം. മരത്തിന് മുകളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. പേഡ് കെ ഊപ്പർ. പേഡ് കെ ഊപ്പർ ബഗുല ഹെ. ബഗുല മീൻസ് കൊക്ക്, ക്രെയിൻ. പേഡ് കെ ഊപ്പർ ബഗുല ഹെ മരത്തിന് മുകളിൽ എന്തുണ്ട്? ക്രെയിൻ ഉണ്ട്, കൊക്കുണ്ട്. പിന്നെ ആരുണ്ട്? പേഡ് കെ ഊപ്പർ ബന്ദർ ഹെ മരത്തിന് മുകളിൽ കുരങ്ങനുണ്ട്, മങ്കിയുണ്ട്. പേഡ് കെ ഊപ്പർ തോത്ത ഹേ പാരറ്റ്. തത്തയ്ക്ക് എന്താ പറയുന്നത്? തോത്ത. പാരറ്റിന് തോത്ത, തത്ത. ഇനിയോ പേഡ് കെ ഊപ്പർ ഗിൽഹരി ഹേ. പേഡ് കെ ഊപ്പർ ഗിൽഹരി. ഗിൽഹരി സ്ക്യുറൽ. മരത്തിന് മുകളിൽ ആരുണ്ട്? സ്ക്യുറലുമുണ്ട്. ഓക്കെ, ഇനി പേഡ് കെ നീച്ചെ മരത്തിന് ചുവട്ടിൽ ആരൊക്കെയാണെന്ന് നോക്കാം.
पेड़ के नीचे गाय है, മരത്തിന് ചുവട്ടിൽ പശുവുണ്ട്. पेड़ के नीचे गधा है, മരത്തിന് ചുവട്ടിൽ ഡോങ്കിയുണ്ട്. पेड़ के नीचे ജിറാഫ് है, മരത്തിന് ചുവട്ടിൽ ജിറാഫുണ്ട്. पेड़ के नीचे हाथी है, മരത്തിന് ചുവട്ടിൽ ആരുണ്ട്? ആനയുണ്ട്. ക്ലിയർ ആയല്ലോ? पेड़ के ऊपर बगुला है, पेड़ के ऊपर बंदर है, पेड़ के ऊपर तोता है, पेड़ के ऊपर गिलहरी है. पेड़ के नीचे गाय है, पेड़ के नीचे गधा है, पेड़ के नीचे जिराफ है, पेड़ के नीचे हाथी है. ഓക്കെ, അപ്പോൾ കഹാനി എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അതിൻ്റെ ആക്ടിവിറ്റീസ് മനസ്സിലായല്ലോ എല്ലാവർക്കും. ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തുടർന്ന് വരുന്ന വർഷ ആയിയുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.